തൃക്കാക്കര ഇലക്ഷന്റെ പീക്കിൽ ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആരാണ് പറഞ്ഞേക്കുന്നത് ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിറങ്ങാൻ ഞങ്ങൾ പോവില്ല, ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതേതരവാദികളുടെ വോട്ട് കൊണ്ട് ഉമാ തോമസ് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളല്ലേ. ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഇത്തരം വർഗീയ ശക്തികളുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്, ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കും. അവരെ ആ വാദമൊന്നും അവര് ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. വർഗീയ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ പറയിപ്പിക്കാൻ നിൽക്കരുതേ. സാർ, പണ്ട് വർഗീയവാദികളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ലെന്ന് പറഞ്ഞ നിങ്ങൾ തന്നെയാണ് ഇപ്പൊ അവരുടെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് ചോദ്യം. ഒരു കപ്പല് കത്തി, ഒരു കപ്പല് മുങ്ങി, ഇതിനൊക്കെ ആരാ കാരണം? മുഖ്യമന്ത്രിയല്ലേ ഇതിനൊക്കെ കാരണം? സാർ, മുഖ്യമന്ത്രിയാണ് ഇതിനൊക്കെ കാരണം. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റത്തുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണം, മുഖ്യമന്ത്രി രാജിവെക്കുന്നതും മുഖ്യമന്ത്രിയാണ് കാരണം. സാർ, എന്റെ ചോദ്യം വ്യക്തമാണ്. ഞാൻ ചോദിച്ചത് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച കോൺഗ്രസിന്റെ പിന്തുണയെ കുറിച്ചാണ്. അതെ, അവര് ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിനിപ്പോ ആർക്ക് എന്താ പ്രശ്നം? എന്താ ഇവിടെ? അവര് ഞങ്ങളെ നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. അത് 1-2 സീറ്റിലൊന്നും അല്ല, 20 സീറ്റിൽ ഞങ്ങളെ അവര് പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. സാർ, ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഒരു കാര്യമാണ്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് താങ്കൾ പണ്ട് പറഞ്ഞ നിലപാടല്ല ഇപ്പോൾ പറയുന്നത്, അതിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടാണോ അവർ ഈ പിന്തുണ അറിയിച്ചിരിക്കുന്നത്? അയ്യേ, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. അവര് പിന്തുണ തരാന്ന് അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ അവര് നേരത്തെ ഞങ്ങളെയായിരുന്നു പിന്തുണച്ചുകൊണ്ടിരുന്നത്. അപ്പോ നിരുപാധിക പിന്തുണയാണെന്നാണോ? അതെ, നിരുപാധിക പിന്തുണയാണ്. പണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ അവര് ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ചതാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? അപ്പോൾ എന്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി കോൺഗ്രസിന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിക്കാൻ കാരണം? അത് വർഗീയതക്കെതിരെ പോരാടുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ആണല്ലോ. അപ്പോ അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണം. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തരുന്നത്. അപ്പൊ താങ്കൾ അന്ന് പറഞ്ഞതോ? എന്താടോ, അത് പഴയ കാര്യമല്ലേ. നിങ്ങൾ ഇതിപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവാണോ? എത്ര കാലം മുമ്പ് പറഞ്ഞ കാര്യവാ. അതൊക്കെ നമ്മൾ മറക്കണം. വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന മോശം. അല്ല, അവര് വർഗീയ ശക്തികളാണെന്താ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഇത്തരം വർഗീയ ശക്തികളുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. ഉണ്ടല്ലോ, താങ്കൾ തന്നെയല്ലേ അന്ന് പറഞ്ഞത് വർഗീയവാദികളുടെ തിണ്ണ നിരങ്ങാൻ കോൺഗ്രസ് പോകില്ല എന്ന്. ഇപ്പോൾ എന്തിനാണ് നിലപാടിലൊരു മാറ്റം? നിങ്ങൾ കൈരളിയല്ലേ, നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്കില്ല, നിങ്ങൾ ചോദിച്ചാൽ മതി. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? അപ്പോൾ കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിൽക്കാത്തവരാണ് എന്നല്ലേ ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. ചോദ്യം ചോദിക്കേണ്ട, വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നോ മോർ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് സൗകര്യമില്ല. അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇങ്ങനെയല്ലയോ, അവിടുന്ന് തയ്യാറാക്കി കൊടുക്കുന്ന ചോദ്യത്തിനപ്പുറം നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ കലിപ്പിലാവും. കൈരളിയുടെ പ്രശ്നം, കൈരളി മിണ്ടരുത്. എന്തുവാ ഇത്?